സാധാരണ ഒരു പൗരന്റെ വോട്ട് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചായിട്ടുണ്ട്. ഒരു വോട്ടർ പട്ടികയിൽ കയറിപ്പറ്റണമെങ്കിൽ അയാൾ പ്രയത്നിക്കണം എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. മറ്റത് തിരിച്ചായിരുന്നു എന്ന് നമുക്കറിയാം. രാജ്യത്ത് ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലൊക്കെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിറവേറ്റിയിരുന്നത്. അതാണ് ആ അടിസ്ഥാനപരമായ കാര്യത്തിലാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആങ്കർ താങ്കൾ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം. കേരളത്തിലിപ്പോൾ SIRന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. SIRന്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്കാണ് SIRന്റെ ഉദ്യോഗസ്ഥരും BLOമാരും എല്ലാവരും ചേർന്ന് വരുന്നത്. വീട്ടിലെത്തിയതിനു ശേഷമാണ് നമ്മുടെ രേഖകൾ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ പോകുന്നത്. രണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുക. അത്തരം കാര്യങ്ങൾ നിയമപരമായ സാധ്യതകൾക്ക് നിങ്ങൾക്കിപ്പോൾ നിലനിൽക്കുന്നുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വക്താവാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ പരാജയപ്പെടുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്, ഞങ്ങൾ പരാജയത്തിലേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളുകയും ജനങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി എന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങളെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. അതൊന്നും ജനമുഖവിലക്കെടുത്തില്ല എന്നുള്ളത് കൊണ്ട് വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങളുടെ ബോധ്യം. ആ ബോധ്യം ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ബീഹാറിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ മാധ്യമങ്ങൾ എല്ലാവരെയും പോയി കണ്ടു. ഞാൻ ബേസിക്കലി കോൺഗ്രസ് ആണ്. പക്ഷേ ഇന്ന് ബീഹാറിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ BJPക്ക് NDAക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാകുന്നു എന്ന് പറയുന്ന നിരവധിയായ വിഷ്വലുകൾ മലയാളത്തിലെ BJPയെ എങ്ങനെയും എതിർത്ത് പരാജയപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ചാനലുകൾ പോലും പോയി ചോദിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യം കാണാൻ സാധിച്ചു. നിങ്ങൾ കാണാതെ പോകുന്ന ട്രെൻഡുകൾ ജാതിക്കപ്പുറം, മതത്തിനപ്പുറം, മറ്റു വിഷയങ്ങൾക്കപ്പുറം ബീഹാറിലെ വികസനത്തെക്കുറിച്ച്, ബീഹാറിലെ ജനങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് ചർച്ചയാക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. ആ വിജയം ഞങ്ങളുടെ വിജയത്തിന് അടിത്തറ പാകി. ആ വിജയത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കുറ്റം പറയുകയോ ഇന്ത്യൻ സംവിധാനത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയോ, ചെറിയൊരു ആശങ്ക ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിലുണ്ടായിരുന്നത് ഇന്ത്യയുടെ പൊതുവായ സംവിധാനങ്ങൾ മുഴുവൻ മോശമാണ് വരുത്തി തീർക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് ഉത്തരവാദിത്തപ്പെട്ടൊരു പ്രതിപക്ഷ നേതാവ് അത്തരത്തിലേക്ക് സംസാരിക്കുന്നതൊക്കെ ജനങ്ങൾ എങ്ങനെ എടുക്കും? ജെൻസി പോലുള്ള ഒരു തലമുറയെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരാക്കുക, ഇന്ത്യൻ വോട്ടവകാശത്തിനെതിരാക്കുക, അതിനിടയിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ടത് എന്ന നിലയിലുള്ള തുടക്കത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് അത്തരത്തിലുള്ള ഒരു ആശങ്കയുമില്ല. ഇന്ത്യൻ ജനാധിപത്യം സമ്പൂർണ്ണമായി നിലനിൽക്കുകയും ഇന്ത്യൻ ഭരണഘടനാ സംവിധാനങ്ങളെക്കുറിച്ചോ അങ്ങനെയൊന്നും ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ തകർന്നു പോകുന്നതോ തരിപ്പണമാകുന്നതോ ആശാവഹമല്ലാത്ത രീതിയിലുള്ള ഒരു വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സമൂഹമോ ഉണ്ടായി വരില്ല. ജനങ്ങൾ ബോധ്യമാവും.